ഇന്ത്യയിൽ തന്നെ ആദ്യമായി റിപ്പോർട്ട് ചെയ്യുന്ന കൊട്ടേഷൻ ബലാത്സംഗം. സിനിമാ നടൻ ദിലീപ് അടക്കം പ്രതിയായിട്ടുള്ള അതിജീവിതയുടെ കേസിലെ വിധി ഡിസംബർ 8-ാം തീയതി പറയാനായി കോടതി മാറ്റിവെച്ചിരിക്കുകയാണ്. എന്തായിരിക്കുമെന്നാണ് ആ വിധിയുടെ, എന്താകുമെന്നാണ് ചേട്ടൻ്റെ പ്രതീക്ഷ? വിധിയെക്കുറിച്ച് ഇപ്പം പറയുക ഒന്നും പറയുന്നില്ല. കോടതിയുടെ മുമ്പിൽ ഇരിക്കുന്ന കാര്യമാണല്ലോ. നമ്മളങ്ങനെ ഒരു പ്രവചനമൊന്നും നടത്തേണ്ട കാര്യമില്ല. അതിനകത്തൊരു കാര്യം പറയാനുള്ളത്, ദിലീപ് കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം, നിരപരാധിയാണെങ്കിൽ കുറ്റവിമുക്തനായി പുറത്തു വരണം. അതിനകത്ത് പ്രധാനപ്പെട്ട വേറൊരു കാര്യം പറയാം. ഈ ദിലീപ് കേസിൽ 8-ാം പ്രതിയാണ്. 7 വർഷത്തെ വിചാരണയ്ക്ക് ശേഷമാണ് ഡിസംബർ 8-ാം തീയതി വിധി പ്രഖ്യാപിക്കുന്നത്. ആ സമയത്ത് അദ്ദേഹം സിനിമയിൽ സർവ്വശക്തനായിട്ട് നിൽക്കുന്ന സമയമാണ്. പ്രൊഡക്ഷൻ രംഗത്ത് നിർമ്മാതാവ് എന്നുള്ള നിലയിൽ, തിയേറ്റർ മുതലാളി എന്നുള്ള നിലയിൽ, അവരുടെ സംഘടനയുടെ നേതാവ്. ആ സമയത്താണ് അതിനകത്തൊക്കെ പിളർപ്പുണ്ടാകുകയും ഒരു പക്ഷത്ത് ദിലീപും ദിലീപിൻ്റെ നേതൃത്വത്തിലുള്ള സംഘടനയും ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ എല്ലാ അർത്ഥത്തിലും സിനിമയുടെ പിന്നിൽ സർവശക്തനായി നിൽക്കുമ്പോഴാണ്, പിന്നിലും മുന്നിലും അദ്ദേഹം പ്രധാനപ്പെട്ട നടനുമാണല്ലോ, നിൽക്കുന്ന സമയത്താണ് ഈ കേസിൽ ദിലീപ് പെടുന്നത്. ദിലീപ് കേസിൽ പെടുന്നു. അന്ന് ആ സമയത്ത് അമ്മയുടെ മീറ്റിങ്ങിൽ ഉൾപ്പെടെ ശക്തമായ നിലപാട്, ദിലീപിനെ പുറത്താക്കണം, താൻ ഇരയായ നടിക്കൊപ്പമാണെന്ന് ശക്തമായ നിലപാടെടുത്ത നടനാണ് പൃഥ്വിരാജ്. ദിലീപ് ജയിലിൽ പോവുകയും കേസിൽ പെടുകയും അദ്ദേഹം ആ സമയത്ത് രാമലീല എന്ന് പറയുന്ന സിനിമ വരുന്നു. ആ സിനിമ വലിയ വിജയമായി എന്നത് ഒഴിച്ചാൽ പിന്നീട് അദ്ദേഹത്തിന് കരിയറിൽ ഒരു വലിയ തിരിച്ചുവരവുണ്ടായി. സിനിമകളൊന്നും വലുതായിട്ട് വിജയിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കരിയർ താഴേക്ക് പോവുകയും പൃഥ്വിരാജിൻ്റെ ഉയർച്ച ഉണ്ടാവുകയും ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. പൃഥ്വിരാജിൻ്റെ കരിയറിൻ്റെ തുടക്കകാലത്ത് തിയേറ്ററിൽ വലിയ കൂവലായിരുന്നു. ആ കൂവലിൻ്റെ പിന്നിൽ ദിലീപിൻ്റെ ആളുകളാണ് എന്നാണ് ഒരു സംസാരം ഉണ്ടായത്. ഇവിടെയും ദിലീപിനൊരു പ്രതിസന്ധി ഘട്ടം ഉണ്ടായപ്പോൾ പൃഥ്വിരാജ് ദിലീപിനെതിരായി നിന്നു. ഇപ്പം നമ്മൾ കാണുന്ന ഒരു കാര്യം, പൃഥ്വിരാജിൻ്റെ സിനിമ വരുമ്പോൾ വലിയ ഹേറ്റ് ക്യാമ്പയിൻ നടക്കുന്നു. ആളുകൾ തിയേറ്ററിൽ പോകരുത് എന്ന് പറയുന്നു. ഇനി അഥവാ തിയേറ്ററിൽ കാശ് കൊടുത്ത് കയറിയാലും പൃഥ്വിരാജിനെ കാണുമ്പോൾ കൂവുന്നു. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് നേരത്തെ ഈ പൃഥ്വിരാജിൻ്റെ കരിയറിൻ്റെ തുടക്കത്തിൽ അത് പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. ദിലീപ് അന്ന് കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ പൃഥ്വിരാജിനെ പോലെ ഒരാൾ വരുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പോൾ ദിലീപിനെ തകർക്കുന്നതിലൊരു പങ്ക്, അത് നേരിട്ടല്ല, പക്ഷെ ദിലീപിൻ്റെ കരിയറിനെ, അദ്ദേഹത്തെ യാതൊരു കാരണവശാലും ഇനി ഒരു സംഘടനയിലും അടുപ്പിക്കാൻ പാടില്ല എന്ന് ആ തരത്തിൽ മാറ്റി നിർത്തേണ്ട ആളാണെന്ന് വാദിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിനൊരു പങ്കുണ്ട് എന്ന് ദിലീപ് ആരാധകർ ഇപ്പോഴും വിശ്വസിക്കുന്നു. അപ്പോൾ ഈ കേസിൻ്റെ വിധി വന്നു കഴിഞ്ഞാൽ, ഈ പണ്ട് മമ്മൂട്ടിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മമ്മൂട്ടി ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയത്താണ്, അന്ന് മോഹൻലാൽ യഥാർത്ഥത്തിൽ സൂപ്പർ താരമായിട്ടില്ല. മമ്മൂട്ടി ഇങ്ങനെ കത്തി നിൽക്കും. മോഹൻലാൽ ഈ വേഷങ്ങൾ, നെഗറ്റീവ് വേഷങ്ങൾ ചെയ്യുന്നുണ്ട്, സഹനടൻ്റെ വേഷങ്ങൾ ചെയ്യുന്നുണ്ട്, നായക വേഷങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ സിനിമകൾ തിയേറ്ററിൽ വരുമ്പോൾ തുടരെ പരാജയപ്പെടുകയും ആളുകൾ ഒരു കാരണവുമില്ലാതെ കൂവുകയൊക്കെ ചെയ്യുന്നു. അത് പിന്നീടൊരു വേറൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പോയി കാണുകയും ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ തന്നെ നേതാവ്, അങ്ങനെ ഒരു തുറന്നു പറച്ചിൽ ഈ അടുത്തുണ്ടായി, അത് കാണുകയും വലിയൊരു നേതാവ് ഇവിടെ വരികയും അദ്ദേഹത്തെ ചെന്ന് കാണുകയും ഇനി അങ്ങനെ ഉണ്ടാകരുത് എന്ന് നിർദ്ദേശം പോവുകയും ചെയ്തു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ മമ്മൂട്ടിയെ സ്ക്രീനിൽ കാണുമ്പോൾ കൂവാതെയായി. അങ്ങനെയാണ് മമ്മൂട്ടിയെ രക്ഷിച്ചെടുത്തത് എന്നൊരു സംഭവം ഒരു സംവിധായകനോ മറ്റാണ് ഈ അടുത്ത് തുറന്നു പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓരോ നടന്മാർക്കും അങ്ങനെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇനി ദിലീപ് ശിക്ഷിക്കപ്പെട്ടാൽ ഉറപ്പായും അദ്ദേഹത്തിന് ഇനി സിനിമാ രംഗത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെ വലിയ അടുത്ത സുഹൃത്ത് വലയൊക്കെ ഉണ്ട്. പക്ഷെ അദ്ദേഹത്തിന് ആ സുഹൃത്ത് വലയം പോലും ഒരുപക്ഷെ അദ്ദേഹത്തിനെ വിട്ടുപോയേക്കാം. സിനിമയിൽ പിന്നീട് ഒരു സിനിമയിൽ പോലും അദ്ദേഹത്തിന് നമ്മൾ ഇനി നടനായി അദ്ദേഹത്തെ കണ്ടെന്നു വരില്ല ശിക്ഷിക്കപ്പെട്ടാൽ. ഇനി അതല്ല, ദിലീപിനെ നിരപരാധിയാണ് എന്ന് കോടതി കണ്ടെത്തുകയാണെങ്കിൽ, ദിലീപ് നിരപരാധിയാണ് എന്ന് കോടതി കണ്ടെത്തുകയാണെങ്കിൽ ദിലീപിന് ശക്തമായ തിരിച്ചുവരവ് നടത്താൻ കഴിയും. ഹീറോ പരിവേഷം കിട്ടും. കാലം അതെ കുറ്റം ചെയ്തു എന്ന പേരിൽ അദ്ദേഹത്തെ ക്രൂശിച്ചു എന്നുള്ളൊരു ആ ഒരു വികാരം ഉണ്ടാവും. അപ്പോൾ അവിടെ ഈ തട്ടുകേട് പറ്റാൻ പോകുന്നത്
പൃഥ്വിരാജിൻ്റെ ഫാൻസ്. ഇവർ തമ്മിലുള്ള ഒരു ഫാൻ ഫൈറ്റാണ് പിന്നീട് നടക്കാൻ പോകുന്നത്. കാരണം ദിലീപിനെ പുറത്താക്കുന്നതിന് മുന്നിൽ നിന്ന ആൾ എന്നുള്ള വികാരം ദിലീപ് അണികൾക്കിടയിൽ, ദിലീപിൻ്റെ ആരാധകർക്കിടയിൽ ശക്തമായിരിക്കുന്നു. പിന്നെ പൃഥ്വിരാജ് ഇപ്പോൾ അത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നുപോയിരിക്കുന്നു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു പോരാട്ടമാണ് പിന്നീട് നമ്മൾ കാണാൻ പോകുന്നത്. ഈ ദിലീപിനെ മാറ്റി നിർത്തണം എന്നാഗ്രഹിച്ചിരുന്ന ആളുകൾ പോലും, കാരണം ഇത് സിനിമയാണ്, ബിസിനസ്സാണ്. ഒരാൾക്ക് ഡിമാൻഡ് ഉണ്ടായിരിക്കുന്ന സമയത്ത് അയാളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് സിനിമ. അതായത് നിങ്ങൾ വിജയിച്ച് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങളോടൊപ്പം എല്ലാവരും ഉണ്ടാവും. രമേശ് ചെന്നിത്തല ഇന്നിപ്പോൾ പറഞ്ഞ ഇന്നലെ മനോരമയുടെ പരിപാടിയിൽ പറഞ്ഞതുപോലെ, രമേശ് ചെന്നിത്തല പറഞ്ഞ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഞാൻ വളർത്തിക്കൊണ്ടുവന്ന പല ആളുകളും എനിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ എന്നെ തിരിഞ്ഞു നോക്കാതായി. ആണ് അത് രാഷ്ട്രീയവും അങ്ങനെ തന്നെയാണ്, സിനിമയും അങ്ങനെ തന്നെയാണ്. നമ്മൾ വളരാൻ വേണ്ടി ഇപ്പോൾ സിനിമയിലും അങ്ങനെയാണല്ലോ, ഓരോരുത്തർ പറഞ്ഞിട്ടാണല്ലോ ഓരോരുത്തർക്ക് അവസരങ്ങൾ കിട്ടുന്നത്. ആ ആൾ കൊള്ളാം, അയാളെ ഇടാം എന്ന് പറയുകയും അയാൾ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, മമ്മൂട്ടിയുടെ എത്രയോ പടത്തിലാണ് വിക്രം സഹനടനായി വന്ന് അഭിനയിച്ചിട്ട് പോയത്. ആ വിക്രം പിന്നീട് എവിടെ എത്തി. അപ്പം അങ്ങനെ ഓരോ ആളുകളെയും അങ്ങനെ കൊണ്ടുവരുന്നു. അപ്പോൾ ഇത് സിനിമയാണ്. അപ്പോൾ സിനിമ ഒരു ബിസിനസ്സും കൂടെ ആയതുകൊണ്ട് ദിലീപ് പിന്നീട് നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ട് വരുന്ന സമയത്ത് ദിലീപിൻ്റെ ചിത്രങ്ങൾ വിജയിക്കുകയാണെങ്കിൽ വീണ്ടും സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു നടനായി മാറുകയാണെങ്കിൽ ദിലീപിന് ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ ഈ പോയ ദിലീപിനെ നിന്ന് മാറിപ്പോകാൻ ശ്രമിച്ച ആളുകളൊക്കെ പിന്നീട് വരും. അപ്പം സിനിമാ രംഗത്ത് വലിയൊരു മാറ്റം ഈ വിധിയോടുകൂടി ഉണ്ടാവും. കേസ് എടുക്കുന്നതോറും പക്ഷെ പ്രതികൾക്ക് ചെറിയ പേടിയുണ്ടെന്ന് തോന്നുന്നു. കേസിലെ മൂന്നാമത്തെ പ്രതിയായിട്ടുള്ള ആള് ആത്മഹത്യക്ക് ശ്രമിച്ചു കൂടി നമ്മൾ ഈ ചർച്ച എടുക്കുന്ന ദിവസം. അതെ അതുണ്ടാകുമല്ലോ, പ്രതികൾക്ക് ഉണ്ടാകും മാനസികമായിട്ടുള്ള സമ്മർദ്ദം. കാരണം കോടതിയുടെ മുന്നിൽ വരുന്ന തെളിവുകളാണ്. തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി ശിക്ഷ വിധിക്കുന്നത്. അപ്പം കോടതി എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളൊരു ടെൻഷൻ ഈ പ്രതികൾക്കുണ്ടാവുമല്ലോ. പ്രതികൾക്കും വാദിക്കും ഉണ്ടാകും, അതുണ്ടാവും. എന്തായാലും വിധി 8-ാം തീയതി വരുമ്പോൾ സിനിമാ ചരിത്രം, ദിലീപിൻ്റെ കരിയർ തുടരുമോ, കരിയർ ഗ്രോത്ത് ഉണ്ടാകുമോ, ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന വീഴ്ചയിൽ നിന്ന് ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ, അതോ ഇനി വിധി വന്ന് അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ട് ജയിലിലേക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹം മലയാള സിനിമയിൽ നമ്മൾ അങ്ങനെ ഒരാളുണ്ടായിരുന്നുവെന്ന് പറയേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് പോകുമോ? പിന്നീട് നമ്മൾ ടി വിയിലും അതുപോലെ യൂട്യൂബിലും ഒക്കെ ദിലീപിൻ്റെ സിനിമകൾ കാണേണ്ട അവസ്ഥ ഉണ്ടാകുമോ എന്നുള്ളത് ഡിസംബർ 8 വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ശരി.